ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പണിയാണ്. രാവിലെ എണ്ണീറ്റ് തേങ്ങ പൊട്ടിയതാണ്. ഇന്നലെ വൈകിട്ട് പൊതിച്ചിട്ടതാണ്. പൊതിച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി, വേറെ ഫോണിൻ്റെ അടുത്ത്. അങ്ങനെ തേങ്ങ പൊട്ടിയിൽ തുടങ്ങി. ഇഷ്ടം പോലെ പൊങ്ങുള്ള തേങ്ങയാണ്. ഉണക്കത്തേങ്ങ കിടന്ന എല്ലാം പൊട്ടിച്ച് ഞാൻ തന്നെ എല്ലാം, ഞാനും ചേട്ടനും കൂടെ, ഞാൻ തന്നെ അല്ല ചേട്ടനും കുറേയൊക്കെ പൊതിച്ച്, ഞങ്ങൾ രണ്ടും കൂടെ പൊട്ടിച്ച് വെക്കുകയാണ്. ഉള്ള വെയിലത്ത് എല്ലാത്തിലും നിറയെ അങ്ങ് പൊങ്ങാം. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഞങ്ങൾ ആട്ടിക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ മാസം ഒന്ന് ആട്ടിച്ചു. ഇതിപ്പോൾ 100 തേങ്ങ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ പൊട്ടിച്ച് വെച്ച്. കുറേയൊക്കെ ഞാൻ തൊണ്ടോടെ വെട്ടിക്കീറി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ടുള്ള പണിയാണ്. ഇന്ന് നല്ല ജോലിയാണ്. ഇനി ഇതെല്ലാം മേളിൽ ടെറസേ കൊണ്ടുപോയി വെക്കണം. താഴെ വെയിലില്ല, മാവുകളും എല്ലാം ഇഷ്ടം പോലെ നിൽക്കുന്നതുകൊണ്ട് താഴെ ഭയങ്കര ചൂടല്ല, വെയിലില്ല. അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചിനി ഉണക്കി എല്ലാം അരിഞ്ഞ്, എല്ലാം തനിയെ ചെയ്യുന്നത്. സഹായിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് പണിയെല്ലാം. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ പണിയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ടുള്ള പണിയാണ് തേങ്ങ പൊട്ടിയിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ ഓരോ ജോലിക്ക് കയറും. സാമ്പാറിന് അരിയുകയും സാമ്പാർ വെക്കുകയൊക്കെ ചെയ്യും. എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അങ്ങനെ ഇന്ന് രാവിലത്തെ പണിയാണ് ഗൈസ്. ഇഷ്ടം പോലെ പൊങ്ങുണ്ട്. ഇതെല്ലാം കൂടെ ഇളക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ ഞങ്ങൾ തന്നെ തിന്നും. ഇന്ന് തേങ്ങ പരിപാടിക്ക് ഇറങ്ങിയതുകൊണ്ട് ഷോർട്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. രാവിലെ തന്നെ അങ്ങ് തേങ്ങ പൊട്ടിക്കാൻ ഇറങ്ങി. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എണ്ണീറ്റപ്പോഴും താമസിച്ച്. അങ്ങനെ എല്ലാ തേങ്ങയും പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി ഇതിനെല്ലാം മേളിൽ കയറ്റണം. അതൊരു പണിയാണ്. കുറേശ്ശെ മക്കളെല്ലാം നേരത്തെ കുറേശ്ശെ കൊണ്ടിട്ട് ബാക്കിയുള്ളതും എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയത്. തേങ്ങ വെട്ടിക്കീറിയതും ഒക്കെ ഉണ്ട്. അത് താഴത്തെ ടെറസിൽ അങ്ങ് നിരത്താമെന്ന് വെച്ച്. വെട്ടിക്കീറിയ തേങ്ങ എല്ലാം കൂടെ ചുമന്ന് മേളിൽ കൊണ്ടുപോകണ്ടല്ലോ. നല്ലോണമൊക്കെയുള്ള തേങ്ങ എല്ലാം മേളിൽ ടാർപ്പ വിരിച്ച് അതിലിട്ടിട്ടുണ്ട്. ഇത് കയറുന്ന ഇറങ്ങുന്നതും പണിയാണ്. രാവിലെ വൈകിട്ട് ഇനിയും ദിവസം ഇത് കയറി ഇറങ്ങി ഏറ്റവും മേളിൽ കയറുന്നതാണ് പാട്. ഇരുമ്പിൻ്റെ സ്റ്റെയറിൽ കൂടെ മേളിൽ കയറണം. അരിയാനെല്ലാം വീണ്ടും പെറുക്കി ഞാൻ താഴെ കൊണ്ടുവന്നിരുന്ന് രാത്രിയിൽ ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെക്കും. എപ്പോഴും തേങ്ങ ആട്ടുമ്പോൾ ഇത് തന്നെ പണി. കയറ്റലും ഇറക്കും. മേളോട്ട് കയറുന്നത് വലിയ പാടാണ്. നല്ല വെയിലുണ്ട്. എല്ലാം ഇവിടെ അങ്ങ് നിരത്താമെന്ന് വെച്ച്. ഇത് തൊണ്ടേന്ന് എല്ലാം വിട്ട് പോരുമ്പോഴത്തേക്കേ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിടാമല്ലോ. ഇതും കൂടെ ചുമന്ന് ഏറ്റവും മേളിൽ കൊണ്ടുപോകണ്ട. ഇന്നലെ പൊട്ടിച്ച ഒരു 5-6 എണ്ണം കൂടെ വേറെ ഇരിപ്പുണ്ട്. അത് നല്ല തേങ്ങയായ അതും കൂടെ എടുത്ത് ഇനിയും മേളിൽ കൊണ്ടിടാം. അങ്ങനെ ഇനിയും മേളോട്ടുള്ള യാത്ര. മേളിലോട്ട് ഇനിയും കയറണം. കുത്തനെയുള്ള സ്റ്റെപ്പ് കൂടെ ആയതുകൊണ്ട് കയറാൻ പാടാം, വെയിറ്റും എടുത്തുകൊണ്ട്. ഇനി നല്ല വെയിലാണ്, പൊള്ളും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് കാല് ചവിട്ടാനൊക്കത്തില്ല. അങ്ങനെ ഇതുകൂടെ മേളിലിട്ടാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ബാക്കിയെല്ലാം നിരത്തി. മക്കളുമാർ രണ്ടും കൂടെ സഹായിച്ചത് കൊണ്ട് എത്രയും നിരത്തി. ഇനിയും ഇത് ഇട്ട് കഴിഞ്ഞാൽ തേങ്ങാ പരിപാടി കഴിഞ്ഞു. ഇനി രാവിലെയും വൈകിട്ടും ഇത് നിരത്തുക, വൈകിട്ട് മടക്കിയിടുക, ഇത് പണി. പിന്നെ ചിരട്ടയിൽ നിളകി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇതെല്ലാം പേർക്ക് ഞാൻ ചാക്കി താഴെ കൊണ്ടുപോയിട്ട് ഇരുന്ന് അരിഞ്ഞെടുക്കും. അങ്ങനെ നല്ല വെയിലാണ് ഇവിടെ ആകുമ്പം. വൈകിട്ടാകുമ്പോൾ നല്ല സുഖമാണ് ഇവിടെ ഇരിക്കുക. നല്ല തണലുമൊക്കെ വരും. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ട് പറ്റുന്നിടത്തോളം ഇവിടെ ഇരുന്ന് ഇത് ഇളക്കുകയും അരിയുകയൊക്കെ ചെയ്യും. ബാക്കിയെല്ലാം ഞാൻ താഴെ കൊണ്ടുവന്നാണ് അരിയുന്നത്. ഇനിയും ദോശ ഉണ്ടാക്കണം. അടുക്കളയിൽ പണി ബാക്കി കിടക്കുന്നു. സാമ്പാർ കുക്കറിലാക്കി വെച്ചിട്ടാണ് വന്നത്. ഇനി ദോശ ഉണ്ടാക്കി എല്ലാവരും കാപ്പിയൊക്കെ കുടിക്കണം. പണി കിടക്കുന്നു. ഇതുപോലെ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ ചോറും വെള്ളം തിളപ്പീരും എല്ലാം കഴിയുന്നതാണ്. ഇന്നൊന്നും